ഇവൻ കൊന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇവന്റെ മോന്റെ തല വെട്ടിയെടുത്തിട്ട് തലയുടെ ഉള്ളിലേക്ക് എന്തോ കാര്യങ്ങളൊക്കെ തുളച്ച് കയറ്റി വെച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് അവനെ സൂക്ഷിക്കണമെന്ന് പോലീസുകാർ പറയാണ്. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡോക്ടർ കേൾക്കുന്നുണ്ടായിരുന്നു. ആഹാ, നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലേ, എല്ലാ കാര്യങ്ങളും നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ, ഇനിയിപ്പോ എന്തിനാണ് നീ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? അപ്പൊ എങ്ങനെയാ, നമുക്കൊരു കൈ നോക്കിയാലോ? ഇപ്പൊ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് അവളുടെ നേരെ പാഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ ഫൈറ്റ് ആവുകയാണ്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അവനിപ്പോ ഒരു വിധത്തില് അവള് ലോക്ക് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ ചീഫിന്റെ വീടാണ് കാണിക്കുന്നത്. വീണ്ടും അലക്സ് ഒരു പ്രേതത്തിന് മാതിരി ആ ഒരു ചീഫിനെ വന്ന് പേടിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹീറോയിൻ ആ ഒരു ഡോക്ടറിനെ പിടിച്ചിട്ട് സെല്ലിൽ അടക്കിയാണ്. അലക്സ് ഹീറോയിനെ അവന്റെ സെല്ലിന്റെ അടുത്തേക്ക് വിളിച്ചേക്കാണ്. എന്നിട്ട് അവളുടെ കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോ അവളുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഹീറോയിൻ ചെറുതായ സമയത്ത് അവളുടെ സ്വന്തം അച്ഛൻ അവൾ ഒരുപാട് അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവളെ ഭയങ്കരമായിട്ട് അയാൾ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടോർച്ചറിനൊന്നും സഹിക്കാതെ ഇയാള് പുറത്തേക്ക് പോയ ഒരു ദിവസം അവളുടെ കയ്യിലുണ്ടായിരുന്ന കെട്ടൊക്കെ ഒരു വിധത്തിൽ അഴിച്ചിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അതിനുശേഷമാണ് അവൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇപ്പൊ പോലീസ് ആയിട്ടുള്ളത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൾ ഇപ്പൊ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാണ്. ഇപ്പൊ ചീഫ് ഓഫീസറിനെ വിളിച്ചിട്ട് ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് ചീഫ് പറയാണ്. കോള് കട്ട് ചെയ്തതിനു ശേഷം ചീഫ് നിലത്ത് കുത്തിയിരുന്നിട്ട് ഇപ്പൊ പ്രേ ചെയ്യാണ്. ഇപ്പൊ കട്ടിലിന്റെ അടിയിൽ നിന്നും ഒരു ബോക്സ് വലിച്ച് പുറത്തെടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഷോട്ട് ഗൺ പുറത്തെടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ടീനേജ് പയ്യനാണ് കാണിക്കുന്നത്. എന്തിനാണ് ഈ ഒരു സെല്ലിൽ ഇവർ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവന്റെ നഖം ഉപയോഗിച്ചിട്ട് നിലത്ത് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവന്റെ നഖം പൊട്ടിപ്പോവാണ്. അലക്സ് ഇപ്പൊ അവനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്നുള്ള കാര്യം നിനക്ക് അറിയില്ല, നുണ പറയണോ നീ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ നീ തിരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു അവസരം കൂടി ഞാൻ തരാം. ഇപ്പൊ ആ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ അവന്റെ കാറിൽ ഭയങ്കര സ്പീഡിൽ വന്ന സമയത്ത് ഒരു പെണ്ണിനെ ഇടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവൾ ആ ഒരു സമയത്ത് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ജീവന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെണ്ണിനെ രക്ഷപ്പെടുത്തായിരുന്നു, അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിടായിരുന്നു അവന്. എന്നാൽ ആ ഒരു പയ്യൻ ഒന്നും ചെയ്യാതെ മരിക്കുകയാണെങ്കിൽ മരിച്ചോടെ വിചാരിച്ചിട്ട് അവന്റെ കാറുമായിട്ട് അവിടുന്ന് പോയിട്ടുണ്ട്. ആ കാര്യമൊക്കെ അലക്സ് അവന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ പോലും നീ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെണ്ണിനെ നിനക്ക് രക്ഷിക്കാനായിട്ട് പറ്റും, നിനക്ക് ഇനിയും കുറച്ചുകൂടി സമയമുണ്ട്. ഇപ്പൊ ആ ഒരു പയ്യൻ പറയാണ്, ഒരിക്കലും അത് എന്നെ കൊണ്ട് സാധിക്കില്ല, അവളെ രക്ഷിക്കാനായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വലിയൊരു അപകടത്തിൽ പെടും. അങ്ങനെ എന്തൊക്കെയോ അവനിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു പോലീസുകാര് അവരിപ്പോ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോ ഒരാളവിടെ മരിച്ചു കിടക്കുന്ന കണ്ടുകഴിഞ്ഞപ്പോ ഇവർക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ആവാണ്. ഇവൻ എങ്ങനെയാണ് മരിച്ചു പോയെന്ന് ഹീറോയിന്റെ അടുത്ത് അവർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിന് അവൻ എങ്ങനെയാ മരിച്ചെന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് അവൻ എന്തോ ഭ്രാന്തമായിട്ട് ആ ഒരു കമ്പിയിൽ അവന്റെ തല ഇങ്ങനെ ഇടിക്കുകയായിരുന്നു. ഞാൻ രക്ഷപ്പെടുത്താനൊക്കെ ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഒരു സമയത്തേക്കും അവൻ മരിച്ചുപോയി എന്ന് പറയാണ്. ഇപ്പോ ഡോക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇവര് താഴേക്ക് വന്നതാണ്. ഇവര് താഴേക്ക് വന്ന സമയത്ത് തന്നെ ഈ ഒരു ടീനേജ് പയ്യനാണെന്നുണ്ടെങ്കിൽ ഹീറോയിനെ വിളിച്ചിട്ട് പറയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ദയവ് ചെയ്തിട്ട് കേക്ക് എന്നൊക്കെ അവനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇവൻ ഈ വിളിച്ച് പറയുന്ന കാര്യമൊന്നും പോലീസുകാർ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഡോക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനായിട്ട് അയാളുടെ സെല്ലിൽ നിന്ന് അയാളെ കൂട്ടിയിട്ട് പോവാണ്. ഇപ്പോ ഡോക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നീ എന്തിനാണ് നിന്റെ ഫാമിലിനെ മുഴുവനായിട്ട് അത്രയും ക്രൂരമായിട്ട് കൊല ചെയ്തതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, ഞാനൊരു ഡോക്ടറാണ്, ഒരുപാട് ആളുകൾ